അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് എന്ന പേരിൻ്റെ മഹത്വം. ഉസ്മാനിയ സുൽത്താൻ സുലൈമാനുൽ ഖാനൂനി റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാജവസതിയിൽ നിന്നും ദർബാറിലേക്ക് വരുമ്പോൾ എന്തോ വേല ചെയ്തുകൊണ്ട് അവിടെ നിന്നിരുന്ന തൻ്റെ ഭൃത്യനെ വിളിച്ചു. യാ ഗുലാം. അദ്ദേഹം വിളി കേട്ടു. നിർദ്ദേശിച്ച കൃത്യം നിർവഹിക്കുകയും ചെയ്തു. എന്നാൽ സുൽത്താന്റെ വിളി കേട്ട നിമിഷം മുതൽ അദ്ദേഹം വിഷണ്ണനായി കാണപ്പെട്ടു. മുഖത്തെന്തോ ദുഃഖത്തിന്റെ കരുനിഴൽ. അടുത്ത ദിവസം സുൽത്താൻ വരുമ്പോൾ അദ്ദേഹത്തെ കണ്ടു. സുൽത്താൻ വിളിച്ചു, യാ മുഹമ്മദ്. വിളി കേട്ടു. ആ ഭൃത്യൻ ഓടി വന്നു. മുഖം കണ്ണീരിൽ കുതിർന്ന് ചീർത്തിരിക്കുന്നു. കണ്ണുകളിൽ രക്താവരണം. സുൽത്താൻ ചോദിച്ചു, നിനക്കെന്തു പറ്റി? സുൽത്താൻ, ഞാൻ 20 വർഷമായല്ലോ അങ്ങയുടെ കൂടെ ചേർന്നിട്ട്. അതെ, ഇപ്പൊ എന്തുണ്ടായി? ഇക്കാലം അത്രയും അങ്ങെന്നെ മുഹമ്മദ് എന്നാണ് വിളിച്ചത്. എന്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. എന്നാൽ ഇന്നലെ മാത്രം അങ്ങനെ യാ ഗുലാം എന്ന് വിളിച്ചു. എന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ചൊല്ലി വിളിച്ചില്ല. എനിക്കത് സഹിക്കാനോ ഓർക്കാനോ സാധിക്കുന്നില്ല. അപ്പോൾ സുൽത്താൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇന്നലെ ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണമുണ്ട്. ഞാൻ ഓർമ്മ വെച്ചതിന് ശേഷം ഉളൂഓടെയല്ലാതെ തിരുനാമം മൊഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഇങ്ങോട്ട് വരുന്നതിനിടെ എൻ്റെ ഉളൂ നഷ്ടപ്പെട്ടു. വീണ്ടും ഉളൂ ചെയ്യുന്നതിന് മുമ്പാണ് നിന്നെ ഞാൻ കണ്ടതും സലാം പറഞ്ഞതും. അപ്പോൾ ആ തിരുനാമം ഉച്ചരിക്കാൻ എനിക്കാകുമായിരുന്നില്ല. സുഹൃത്തുക്കളെ, എത്രമാത്രം മഹത്വമുള്ളതാണ് ആ നാമം മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.